കേരളത്തിൽ എയിംസ് സ്ഥാപിക്കുന്നതിൽ എന്താണ് തടസ്സമെന്ന് ഹൈക്കോടതി. മറ്റ് സംസ്ഥാനങ്ങളിൽ എയിംസ് നടപ്പാക്കുമ്പോൾ കേരളത്തോട് വിവേചനം കാണിക്കരുത്. എയിംസ് അനുവദിക്കുമെന്ന കേന്ദ്ര ഉറപ്പ് വെറും പാഴ്വാക്കായോ എന്നും കോടതി വിമർശിച്ചു. ഗോപിക അരവിന്ദ് വിവരങ്ങൾ നൽകും. ഗോപിക, എല്ലാ ബജറ്റ് കാലത്തും ചർച്ചയിൽ വരുന്ന ഒന്നാണ് കേരളത്തിന് ഇത്തവണയെങ്കിലും ഒരു ബജറ്റ് ഉണ്ടാകുമോ എന്ന്. ഇന്ന് കോടതി ചോദിച്ചത് 22 ഇടങ്ങളിൽ എയിംസിന് അനുമതി നൽകി. അതെന്താണ് മാനദണ്ഡമെന്ന് കോടതി ചോദിക്കുന്നു. എന്തിനാണ് കേരളത്തെ അവഗണിക്കുന്നത് എന്നുകൂടി കോടതി ചോദിക്കുന്നുണ്ട്. ഇതിന് എന്തെങ്കിലും കേന്ദ്രം മറുപടി നൽകിയിട്ടുണ്ടോ? ഒപ്പം കേന്ദ്രം ഹൈക്കോടതി മുന്നോട്ട് വെച്ച വിമർശനങ്ങൾ എന്തെല്ലാം? അതെ, തീർച്ചയായും അനീഷ, ഇത്തരത്തിൽ എയിംസുമായി ബന്ധപ്പെട്ട് പലതവണ തുടർച്ചയായി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള വിമർശനങ്ങൾ കേന്ദ്രത്തിനുണ്ട്. കാരണം ഇത്തരത്തിലുള്ള സാധ്യതാ പഠന റിപ്പോർട്ട് ഉടൻ തന്നെ സമർപ്പിക്കണമെന്ന് കഴിഞ്ഞ തവണയും ഹൈക്കോടതി കേന്ദ്രത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ഇത് കൂടാതെ തന്നെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന്റെ ഓഫീസറോട് ഇതുമായി ബന്ധപ്പെട്ട് ഹാജരാകാനും ഇന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അത്തരത്തിൽ അദ്ദേഹം ഇന്ന് ഓൺലൈനായി കോടതിയിൽ ഹാജരായിരുന്നു. അപ്പോഴാണ് ഇത്തരത്തിൽ വീണ്ടും രൂക്ഷമായ വിമർശനം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അതായത് കേരളത്തിന്റെ എയിംസ് വേണമെന്നൊരു ആവശ്യം നിസ്സാരമായ കാര്യമല്ല. ഇത്രയും ജനസാന്ദ്രത കൂടിയ ഒരു സ്ഥലത്ത് എയിംസ് വേണമെന്ന് അവർ ഉന്നയിക്കുന്നതിൽ വ്യക്തമായ കാരണമുണ്ടെന്നും ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചു. എന്തായാലും കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഇതുമായിട്ടുള്ള വന്നൊരു ഉത്തരവ് എന്തെന്നാൽ, അതായത് 22 സ്ഥലങ്ങളിലാണ് ഇത്തരത്തിൽ എയിംസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നാലെണ്ണം ഇപ്പൊ പുതിയതായി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇതിന്റെ പ്രവർത്തന ഘട്ടത്തിലുള്ള നിലവിൽ 4 എണ്ണമുണ്ട്. അതിനാണ് കേന്ദ്രത്തിന്റെ നിലവിലുള്ള ശ്രദ്ധ. പുതിയ എയിംസിന് തൽക്കാലം അതുമായി ബന്ധപ്പെട്ട മാനദണ്ഡങ്ങളൊന്നും തന്നെ സാധ്യതാ പഠനം ഒന്നും തന്നെ തുടങ്ങിയിട്ടില്ല. ഇത് കൂടാതെ തന്നെ ഇതിന്റെ ഒരു നയപരമായ, അതായത് ബജറ്റിൽ ഉൾപ്പെടെയുള്ള ഒരു പരാമർശം വന്നാൽ മാത്രമേ ഇത്തരത്തിലുള്ള സാധ്യതാ പഠനം നടത്താൻ സാധിക്കുള്ളൂ എന്നാണ് കേന്ദ്രം ഹൈക്കോടതിയെ ബോധിപ്പിച്ചത്. എന്തായാലും ഹൈക്കോടതി ഇത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വീണ്ടും ഹൈക്കോടതി കേസ് പരിഗണിച്ചു. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദീകരണം നൽകാൻ കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ സത്യവാങ്മൂലം 2 ആഴ്ചയ്ക്കകം സമർപ്പിക്കാനാണ് ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. ഈ കേസ് വീണ്ടും ഈ 2 ആഴ്ചയ്ക്കകം വീണ്ടും ഹൈക്കോടതി പരിഗണിക്കും. കാസർഗോഡ് ജനകീയ കൂട്ടായ്മ എയിംസുമായി ബന്ധപ്പെട്ട് നൽകിയ ഒരു ഹർജിയിലാണ് ഇത്തരത്തിൽ പരാമർശങ്ങൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അനീഷ, ശരി, ഗോപിക അരവിന്ദാണ് വിവരങ്ങൾ നൽകിയത്.